കഴിഞ്ഞ ആഴ്ച തൊട്ട് എനിക്ക് 7-ാം മാസം തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂട്ടിയിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ് നെയ്യ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 ദിവസത്തേക്ക് നെയ്യ് കഴിക്കാൻ അമ്പലത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കണം. അപ്പോൾ ഞാനും അമ്മയും കൂട്ടിയിട്ട് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് അമ്പലത്തിൽ പോക്ക് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് ഉണ്ണി ഉണ്ടായിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ വലം വെക്കുന്ന സമയത്ത് ഇതേപോലെ ഓരോ നാളുകൾക്കും ഓരോ വൃക്ഷങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കി നടക്കലാണ് പണി. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും നിങ്ങളുടെ നാളുകളുടെ വൃക്ഷം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നെയ്യൊക്കെ സേവിച്ച് കഴിഞ്ഞാൽ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തിറങ്ങി നിൽക്കുന്ന പ്രസാദമൊക്കെ തൊടുകയാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ണാടയിൽ കാണാൻ നമ്മളെ നല്ല രസമാണ്. അത് രാവിലെ ഈ സൂര്യപ്രകാശത്തിൻ്റെ ഒപ്പം. അപ്പോൾ നമ്മളിതേ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് നടക്കാണ് കേട്ടോ. വീട്ടിലെത്തിയപാട് ഞാൻ ഇരുന്ന് ചായ കുടിക്കുകയാണ്. എന്താ വെച്ചാൽ പോയ പോലത്തെ അത്ര എനർജി എനിക്ക് നടന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കിയപ്പോൾ അമ്മ ചെറുപയർ കറിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കുക്കറിൽ വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് താളിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോൾ ക്യാമറയും കൊണ്ടുവരാണെങ്കിൽ അമ്മ അവിടുന്ന് നൈസായിട്ട് സ്കൂട്ടോ അമ്മ വന്നിട്ട് പറയും, നീ ഇനി അതിലെന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാ അത് പറഞ്ഞിട്ട് അമ്മ അപ്പം പോട്ടാ. അപ്പോൾ അമ്മ പോയതിൻ്റെ പിന്നാലെ ഞാൻ ഉപ്പുണ്ടായിരുന്നില്ല, ഉപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ ഉപ്പിടാണ്. അപ്പോൾ ഇട്ടപ്പോൾ കുറച്ച് കുറഞ്ഞും പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. ദോശ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പ്രാവും കൊക്കൊക്കെ എത്തിയിട്ടുണ്ട്. കോഴികളേക്ക് തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഞാൻ പോയി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആക്കി വന്നിരുന്നിട്ട് ചെറുപയർ കറിയും അതേപോലെ തന്നെ ദോശയും കൂടി കഴിക്കാനായിട്ടാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഒരു സമയം 8:45, 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാണ് ഞാനിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കണേന്ന്. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് സുഖം എന്ന് വെച്ചാൽ മേശപ്പുറത്തിരുന്ന് സുഖമായിട്ടിരുന്ന് കഴിക്കാം. പക്ഷേ അതെനിക്ക് പറ്റില്ല. എനിക്ക് ടിവിയും കണ്ടിട്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ചാലേ അത് സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് കഴിക്കണത്. അപ്പോൾ അത് വേഗം പോയി കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നേദ്യം നമ്മൾ വാങ്ങിക്കാൻ പോകണം. 9 മണിയാവുമ്പോൾ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് പോയി വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കണേ. കുഴപ്പമില്ല. നമ്മുടെ പടച്ചോറുണ്ടല്ലോ അമ്പലത്തിയിട്ട്, അതാണ് ഈ സാധനം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉച്ചയ്ക്ക് ആവാറെ പച്ചു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ വെറുതെ വന്നതാണ്. ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഫ്രിഡ്ജിലേക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്കും കൊടുത്തു, ഞാനും കഴിക്കണം. അതിന് വേണ്ടെന്ന് പറഞ്ഞു. അത് തന്നെ അത് കഴിച്ചില്ല കേട്ടോ. അവനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് പോവാണ്. അപ്പോൾ അവളെ ബസ് സ്റ്റോപ്പിലാക്കാനാണ് കേട്ടോ അത് പോണത്. അപ്പോൾ അത് അവളെ ആക്കി വന്നതിന് ശേഷം ഞങ്ങളിരുന്ന് ചോറിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പയറുപ്പേരിയും കുമ്പളങ്ങ കറിയും അതേപോലെ തന്നെ മുട്ട ഓംപ്ലേറ്റും കൂട്ടിയിട്ടാണ് ചോറിനത്. വൈകുന്നേരം ഇപ്പം അമ്മ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. വീട്ടിലുണ്ടായ പഴം വല്ലാണ്ട് അങ്ങോട്ട് പഴുത്തു പോയി. അപ്പോൾ അതിനെ വേഗം എടുത്തിട്ട് പഴംപൊരി ആക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് ഞങ്ങൾക്കുള്ള ചായക്കുള്ള കടി പഴംപൊരി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.